ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2020 നടന്നിട്ടുള്ള ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷന്റെ 7ാമത്തെ വീഡിയോ ആണിത്. അപ്പോൾ ഇതിലുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ലിമിറ്റിംഗ് വാല്യൂ ഓഫ് ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് XUmax by D for FE 500 grade steel bar as per IS 456-2000. നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടുതലായിട്ടും IS 456-2000ന്റെ കോഡൽ പ്രൊവിഷനിലുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കോഡിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ള ചോദ്യം IS 456-2000ൽ FE 500 ഗ്രേഡ് സ്റ്റീൽ ബാറിൻ്റെ ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് എത്രയാണ്, ലിമിറ്റിംഗ് വാല്യൂ ഓഫ് ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് എത്രയാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. IS 456-2000ന്റെ ഡിസൈൻ ഫോർ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് ഇൻ ഫ്ലെക്ചർ എന്നുള്ള ക്ലോസിൽ, അതായത് 38ാമത്തെ ക്ലോസിൽ ഒരു നോട്ടായിട്ട് പറയുന്നുണ്ട് മാക്സിമം അല്ലെങ്കിൽ ലിമിറ്റിംഗ് വാല്യൂ ഓഫ് ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് ഫോർ ഡിഫറെൻറ്റ് ഗ്രേഡ് ഓഫ് സ്റ്റീൽ ബേസ്ഡ് ഓൺ ദി അസംഷൻ ഇൻ 38.1 ക്ലോസീസ്. അതായത് 250ക്ക് 0.53 ആണ്, FE 450ന് 0.48 ആണ്, FE 500ന് 0.46 ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ലിമിറ്റിംഗ് വാല്യൂ ഓഫ് ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസിന്റെ വാല്യൂ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചിലപ്പോൾ മാറി മാറി ചോദിക്കാം. FE 500നെ പറ്റിയിട്ടാണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Where a member is built into a masonry wall which develops only partial restraint, the member shall be designed to resist a negative moment at the face of support is dash, where W is the total design load, L is the effective span. ഇതിന്റെ ആൻസർ WL/24 ആണ്. ഇതും IS 456-2000ലുള്ള ഒരു കോഡൽ പ്രൊവിഷൻ ആണ്. IS കോഡിൽ IS 456ന്റെ 22ാമത്തെ ക്ലോസ് 2252ൽ ബീംസ് ആൻഡ് സ്ലാബ്സ് ഓവർ ഫ്രീ ആൻഡ് സപ്പോർട്ട് എന്നുള്ള ക്ലോസിൽ കൊടുത്തിട്ടുണ്ട്. വേറെ മെമ്പർ ഈസ് ബിൽറ്റ് ഇൻ ടു എ മേസണറി വാൾ, ഒരു മേസണറി വാളിലേക്ക് ഒരു മെമ്പർ കൺസ്ട്രക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, ഒരു പാർഷ്യൽ റിസ്ട്രെയിൻ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത്. ആ മെമ്പർ ഡിസൈൻ ചെയ്യുന്നത് എത്ര നെഗറ്റീവ് മൊമെന്റ് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ആ മെമ്പർ നെഗറ്റീവ് മൊമെന്റ് റെസിസ്റ്റ് ചെയ്യുന്നത് WL/24 ആയിരിക്കും. അത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കോഡൽ പ്രൊവിഷനിൽ IS 456ന്റെ കോഡൽ പ്രൊവിഷൻ 2252 ക്ലോസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബേസിക് വാല്യൂ ഓഫ് സ്പാൻ ടു ഇഫക്റ്റീവ് ഡെപ്ത് റേഷ്യോ ഫോർ സ്പാൻ അപ് ടു 10 മീറ്റർ ഓഫ് എ കണ്ടിന്യൂസ് ബീം ആസ് പെർ IS 456-2000. അടുത്ത കോഡൽ പ്രൊവിഷൻ ചോദിച്ചിരിക്കുകയാണ്. ഒരു കണ്ടിന്യൂസ് ബീമിന്റെ 10 മീറ്റർ സ്പാൻ ഉള്ളതിൽ സ്പാൻ ടു ഇഫക്റ്റീവ് ഡെപ്ത് റേഷ്യോ എത്രയാണ് ആസ് പെർ IS 456 എന്നുള്ളതാണ് ചോദ്യം. ഇതിൻ്റെ ആൻസർ 26 ആണ്. നമുക്ക് IS 456ന്റെ ക്ലോസ് 23.2.1 നോക്കുകയാണെന്നുണ്ടെങ്കിൽ എ എന്ന് പറഞ്ഞ സബിൽ കൊടുത്തിട്ടുണ്ട് ബേസിക് വാല്യൂ ഓഫ് സ്പാൻ ടു ഇഫക്റ്റീവ് ഡെപ്ത് റേഷ്യോ ഫോർ സ്പാൻ അപ് ടു 10 മീറ്റർ, 10 മീറ്റർ വരെയുള്ള സ്പാനുകൾക്ക് സ്പാൻ ടു ഇഫക്റ്റീവ് ഡെപ്ത് റേഷ്യോ എന്ന് പറയുന്നത് കാൻലിവർ ബീം ആണെന്നുണ്ടെങ്കിൽ 7 ആണ്, സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണെന്നുണ്ടെങ്കിൽ അത് 20 ആണ്, കണ്ടിന്യൂസ് ബീം ആണെന്നുണ്ടെങ്കിൽ അത് 26 ആണ്. ക്ലോസ് 23.2.1 ബീമുകളുടെ സ്പാൻ ടു ഇഫക്റ്റീവ് ഡെപ്ത് റേഷ്യോകളെ കുറിച്ച് പറയുന്നത്. 10 മീറ്റർ വരെയാണെന്നുണ്ടെങ്കിൽ കാൻലിവറിന് 7 ആണ് സ്പാൻ ടു ഡെപ്ത് റേഷ്യോ, സ്പാൻ ടു ഇഫക്റ്റീവ് ഡെപ്ത് റേഷ്യോ. അതേപോലെ തന്നെ സിംപ്ലി സപ്പോർട്ട് ബീം ആണെങ്കിൽ 20 ആണ്, കണ്ടിന്യൂസ് ബീമിന് 26 ആണ്. ഇനി 10 മീറ്ററിന്റെ മുകളിലുള്ള സ്പാൻ ആണ് എന്നുണ്ടെങ്കിൽ ഇപ്പം ഈ പറഞ്ഞിട്ടുള്ള വാല്യൂവിനെ 10 ഡിവൈഡഡ് ബൈ സ്പാൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, കണ്ടുപിടിക്കുന്നത്. എക്സെപ്റ്റ് ഇൻ കേസ് ഓഫ് കാൻലിവർ ബീം. അത് എന്ത് ചെയ്തിട്ടുണ്ട്, അടുത്ത സബായിട്ട് പറയുന്നുണ്ട്, ബിയിൽ പറയുന്നുണ്ട്. ഫോർ സ്പാൻ അബൌട്ട് 10 മീറ്റർ ദ വാല്യൂ ഇൻ എ, അതായത് ഇപ്പോൾ ഈ കാണിച്ചിട്ടുള്ള വാല്യൂ മേ ബി മൾട്ടിപ്ലൈഡ് ബൈ 10 ബൈ സ്പാൻ ഇൻ മീറ്റേഴ്സ് എക്സെപ്റ്റ് ഫോർ കാൻലിവർ ഇൻ വിച്ച് കേസ് ഡിഫ്ലക്ഷൻ കാൽക്കുലേഷൻ ഷുഡ് ബി മെയ്ഡ്. കാൻലിവറിന് ഒഴിച്ച് ബാക്കിയുള്ളതിന് എന്ത് ചെയ്യും, 10 ബൈ സ്പാൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ സ്പാൻ ടു ഇഫക്റ്റീവ് ഡെപ്ത് റേഷ്യോ കണ്ടുപിടിക്കുന്നത്. കാൻലിവറിനാവുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ഡിഫ്ലക്ഷൻ കാൽക്കുലേഷൻസ് ചെയ്യണം എന്ന് കോഡൽ പ്രൊവിഷനിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ മിനിമം ഏരിയ ഓഫ് സ്റ്റീൽ ഇൻ mm² ഹാസ് ടു ബി പ്രൊവൈഡഡ് ഇൻ എ കോളം ഓഫ് സൈസ് 250 mm by 600 mm. അപ്പോൾ 250 by 600 mmന്റെ ഒരു കോളം ഉണ്ട്. ആ കോളത്തിന് എത്രയാണ് മിനിമം ഏരിയ ഓഫ് സ്റ്റീൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടി വരിക എന്നുള്ളതാണ് ചോദ്യം. ഇതിൻ്റെ ആൻസർ 1200 ആണ്. അതെങ്ങനെ കിട്ടിയെന്ന് നോക്കാം. IS കോഡ് IS 456-2000ൽ ക്ലോസ് 26531
നമ്മൾ ഒരു ഒരു കോളത്തിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട മിനിമം അതേപോലെ തന്നെ മാക്സിമം റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഏരിയ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ വായിക്കുമ്പോൾ നമുക്ക് കാണാം, ദ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഷാൾ നോട്ട് ബി ലെസ് ദാൻ 0.8% നോർ മോർ ദാൻ 6% ഓഫ് ഗ്രോസ് ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ കോളം. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു കോളം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കോളത്തിൻ്റെ ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റ് എന്ത് ചെയ്യാൻ പാടില്ല, 0.8%-നേക്കാൾ കുറയാൻ പാടില്ല. അല്ലെങ്കിൽ 6%, ആ ഗ്രോസ് ഏരിയയുടെ 6%-നേക്കാൾ കൂടാനും പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 250/600 mm എന്നുള്ളതാണ് കോളത്തിൻ്റെ സൈസ് പറഞ്ഞിട്ടുള്ളത്. സോ അവിടുത്തെ ഗ്രോസ് ഏരിയ എന്ന് പറയുന്നത് 250/600 ആയിരിക്കും. 250 × 600 mm ആയിരിക്കും. ഇൻറ്റു 0.8% ചെയ്ത് നോക്കുക. അപ്പോൾ മിനിമം ഏരിയ ഓഫ് സ്റ്റീൽ ഇൻ RCC കോളം ഈസ് ഈക്വൽ ടു 0.8 ഓഫ് ക്രോസ് സെക്ഷണൽ ഏരിയ. സോ 0.8ൻ്റെ പെർസെൻറ്റേജ് ആണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡിവൈഡ് ബൈ 100 ചെയ്യുമ്പോൾ 0.008 ഇൻറ്റു 250/600 എന്ന് കിട്ടും. ഇതിൻ്റെ ആൻസർ 1200 mm² എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് എന്താണ്, കോഡിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ്റെ ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ അവിടെ ചോദിച്ചിട്ടുള്ള മിനിമം ഏരിയ ഓഫ് സ്റ്റീലാണ്. മിനിമം ഏരിയ എന്ന് പറയുന്നത് 0.8% ആണ്. മാക്സിമം ആണ് ചോദിച്ചെങ്കിൽ എന്താണ്, മാക്സിമം 6%, 6%-നേക്കാൾ കൂടാൻ പാടില്ല എന്നാണ്. ഇനി ഈ കോഡൽ പ്രൊവിഷൻ്റെ താഴെ തന്നെ ആയിട്ട് പറയുന്നുണ്ട് എന്താണ്, 6% റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുമ്പോൾ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി ഉണ്ടാവും. എന്ത്, നമ്മൾ ഒരു കോളത്തിൽ 6% സ്റ്റീൽ, ഗ്രോസ് ഏരിയയുടെ 6% സ്റ്റീൽ പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി ഉണ്ടാവും. സ്വാഭാവികമായിട്ടും കോമ്പാക്ട് ചെയ്യാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ലോവർ പെർസെൻറ്റേജ് ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അതായത് 6%-നേക്കാൾ കുറവുള്ള പെർസെൻറ്റേജ് ആണ് എന്ത് ചെയ്യുക, റെക്കമെൻഡ് ചെയ്യുക എന്നാണ് പറയുന്നത്. വെർ ബാർസ് ഫ്രം ദ കോളം ബിലോ ഹാവ് ടു ബി ലാപ്ഡ് വിത്ത് ദോസ് ഇൻ ദ കോളം അണ്ടർ കൺസിഡറേഷൻ. ദ പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ ഷാൾ യൂഷ്വലി നോട്ട് എക്സീഡ് 4%. 4%-നേക്കാൾ കൂടാൻ പാടില്ല എന്നൊരു നോട്ടായിട്ട് അതിൻ്റെ താഴെ പറയുന്നുണ്ട്. മാക്സിമം 6 എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി അത് പ്രാക്ടിക്കലി എന്താണ്, ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ട് തന്നെ 4%-നേക്കാൾ കുറവുള്ള ഒരു വാല്യൂ ആണ് എന്ത് ചെയ്യാറ്, കൺസിഡർ ചെയ്യാറുള്ളത്. പ്രാക്ടിക്കൽ കേസിൽ അങ്ങനെയാണ് കൺസിഡർ ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റിനെ പറ്റിയിട്ടാണ്. ഇതുപോലെ തന്നെ ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുമ്പോഴും ഉള്ള കൺസിഡറേഷനുകൾ എന്ത് ചെയ്യുന്നുണ്ട്, IS കോഡിൽ പറയുന്നുണ്ട്, ഇതേ ക്ലോസിൻ്റെ താഴെയായിട്ട്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് footing, the thickness at the edge shall not be less than 150 mm for footing on soils, nor less than -mm above top of a pile for footing on piles. അതായത് ഇത് ഫൂട്ടിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതും IS 456 പറയുന്ന ഡയറക്റ്റ് കോഡൽ പ്രൊവിഷൻ ആണ്. ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ, ഒരു ഫൂട്ടിങ് നമ്മൾ സോയിലിൻ്റെ മുകളിലാണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ എഡ്ജിൻ്റെ തിക്നെസ് എത്രയായിരിക്കണം, മിനിമം എത്ര പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്ത്, കോഡൽ പ്രൊവിഷൻ ആണ്. ഇത് സോയിലാണെന്നുണ്ടെങ്കിൽ മിനിമം തിക്നെസ് എന്താണ്, 150 mm ആണ്. എന്നാൽ അതൊരു പൈലിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ, ഒരു പൈലിൻ്റെ ടോപ്പിലാണ് എന്നുണ്ടെങ്കിൽ അവിടെ എത്രയാണ് മിനിമം തിക്നെസ്, ഒരു ഫൂട്ടിങ്ങിൻ്റെ എഡ്ജിൽ ഉണ്ടാകുന്ന മിനിമം തിക്നെസ് എത്രയാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു കോഡൽ പ്രൊവിഷൻ ആണ്. ആൻസർ 300 ആണ്. കോഡ് IS 456ൻ്റെ 3412 ക്ലോസ് നോക്കുകയാണെങ്കിൽ തിക്നെസ് അറ്റ് ദി എഡ്ജ് ഓഫ് ഫൂട്ടിങ് കൊടുത്തിട്ടുണ്ട്. 34 എന്നുള്ള ക്ലോസ് എന്താണ്, ഫൂട്ടിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്നതാണ്. 3412 ക്ലോസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തിക്നെസ് ഓഫ് എഡ്ജ് ഓഫ് ഫൂട്ടിങ് പറയുന്നുണ്ട്. ഇൻ റീഇൻഫോഴ്സ്ഡ് ആൻഡ് പ്ലെയിൻ കോൺക്രീറ്റ് ഫൂട്ടിങ് ദ തിക്നെസ് അറ്റ് ദ എഡ്ജ് ഷാൾ നോട്ട് ബി ലെസ് ദാൻ 150 mm. RCC ആണെന്നുണ്ടെങ്കിലും PCC ആണെന്നുണ്ടെങ്കിലും അവിടെ ഫൂട്ടിങ്ങിൻ്റെ എഡ്ജിൻ്റെ തിക്നെസ് 150 mm-നേക്കാൾ കുറയാൻ പാടില്ല. ഫോർ ഫൂട്ടിങ് ഓൺ സോയിൽസ്, സോയിലാണ് ആ ഫൂട്ടിങ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളെങ്കിൽ. നോർ ലെസ് ദാൻ 300 mm എബവ് ദ ടോപ്പ് ഓഫ് എ പൈൽ ഫോർ ഫൂട്ടിങ് ഓൺ പൈൽസ്. പൈൽസിൻ്റെ മുകളിലാണ് ഫൂട്ടിങ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അവിടെ തിക്നെസ് എന്ത് ചെയ്യാൻ പാടില്ല, പൈലിൻ്റെ മുകളിൽ 300 mm എങ്കിലും ഉണ്ടാവണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പോയ്സൺസ് റേഷ്യോ ഓഫ് കോൺക്രീറ്റ് ഈസ് ഫ്രീക്വൻ്റ്ലി ടേക്കൺ ആസ്. ഒരു കോൺക്രീറ്റിൻ്റെ പോയ്സൺസ് റേഷ്യോ എത്രയാണ് എടുക്കാറുള്ളത് എന്നാണ് ചോദ്യം. ഇതിൻ്റെ ആൻസർ 0.15 to 0.25 ആണ്. നമുക്കറിയാം എന്താണ് പോയ്സൺസ് റേഷ്യോ. ലാറ്ററൽ സ്ട്രെയിൻ ടു ലീനിയർ സ്ട്രെയിൻ ആണ് എന്ത്, പോയ്സൺസ് റേഷ്യോ. അപ്പോൾ ഈ വാല്യൂ കോൺക്രീറ്റിന് 0.15 to 0.25ൻ്റെ ഇടയിലുള്ള വാല്യൂസ് ആണ് എന്ത് ചെയ്യുക, നമ്മൾ എടുക്കുക. ഡിഫറെൻറ്റ് മെറ്റീരിയൽസിന് നമ്മൾ എടുക്കുന്ന പോയ്സൺസ് റേഷ്യോയുടെ ഒരു ചാർട്ടാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഒരു കോർക്കാണ് എന്നുണ്ടെങ്കിൽ, മെറ്റീരിയൽ കോർക്കാണെന്നുണ്ടെങ്കിൽ അവിടെ പോയ്സൺസ് റേഷ്യോ 0 ആണ്. അപ്പോൾ അതെന്താണ്, ഇലാസ്റ്റിക് അല്ലാത്ത ഒരു മെറ്റീരിയലാണ് അല്ലേ കോർക്ക്. അപ്പോൾ കോർക്കിൻ്റെ പോയ്സൺസ് റേഷ്യോ എന്ന് പറയുന്നത് 0 ആണ്. ഇനി ഒരു പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് എന്നുണ്ടെങ്കിൽ, ഒരു പെർഫെക്റ്റ് ഇലാസ്റ്റിക് മെറ്റീരിയൽ ആണ് എന്നുണ്ടെങ്കിൽ അവിടെ
പോയ്സൺസ് റേഷ്യോ എന്ന് പറയുന്നത് 0.5 ആയിരിക്കും. എന്നാൽ ഒരു നോർമൽ ഇലാസ്റ്റിക് മെറ്റീരിയൽ ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ 0.25 to 0.42 ആണ് പോയ്സൺസ് റേഷ്യോ. മൈൽഡ് സ്റ്റീലിൻ്റെ പോയ്സൺസ് റേഷ്യോ 0.286 ആണ്. ഇനി പോയ്സൺസ് റേഷ്യോ 0നേക്കാൾ കുറവുള്ള മെറ്റീരിയൽ ആണ് ആൻറ്റി റബ്ബർ, ഡൈലേഷണൽ മെറ്റീരിയൽ, ഓക്സിറ്റിക് മെറ്റീരിയൽ. ഇതൊക്കെ ഓരോ ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ആണ്. അവിടെ പോയ്സൺസ് റേഷ്യോ 0നേക്കാൾ കുറവായിരിക്കും. എന്താണ് ഈ പോയ്സൺസ് റേഷ്യോ 0നേക്കാൾ കുറവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പോയ്സൺസ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാറ്ററൽ സ്ട്രെയിൻ ടു ലീനിയർ സ്ട്രെയിൻ ആണ്. അതായത് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ട് എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് നമ്മൾ ഏത് ഡയറക്ഷനിലാണോ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ആ ഭാഗം അവിടുത്തെ തിക്നെസ് ഇൻക്രീസ് ചെയ്യുകയും അതിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിലേക്ക് പിന്നെ ആ മെറ്റീരിയലിൻ്റെ തിക്നെസ് കുറയുകയുമാണ് നോർമലി ചെയ്യുന്നത് അല്ലേ. നമ്മൾ ഒരു സാധാ ഒരു മെറ്റീരിയൽ, ഒരു ഇലാസ്റ്റിക് മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ സ്ട്രെച്ച് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, അതിൻ്റെ തിക്നെസ് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷനിലേക്ക് കൂടുകയും അതിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിലേക്ക് കുറയുകയുമാണ് ചെയ്യുക. എന്നാൽ പോയ്സൺസ് റേഷ്യോ 0നേക്കാൾ കുറവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിൽ തിക്നെസ് ഇൻക്രീസ് ചെയ്യും. അങ്ങനത്തെ മെറ്റീരിയലാണ് എന്ത്, ഈ ഡൈലേഷണൽ മെറ്റീരിയലും ഓക്സിറ്റിക് മെറ്റീരിയലും ഒക്കെ. അതായത് ഏത് ഡയറക്ഷനിലേക്കാണോ നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ ലാറ്ററൽ സ്ട്രെയിൻ ഉണ്ടാവുന്നത് അതിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ഡയറക്ഷനിൽ അതിൻ്റെ തിക്നെസ് എന്ത് ചെയ്യുക, ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും വാല്യൂ എന്ത് ചെയ്യും, ബാക്കിലോട്ടാണ് പോവുക. അപ്പോൾ അത് നെഗറ്റീവ് വാല്യൂ വരും. ഓക്കെ, ഇത് ആ മെറ്റീരിയലിൻ്റെ പെക്യൂലിയർ ആയിട്ടുള്ള ഇൻറ്റേർണൽ സ്ട്രക്ചർ കാരണമാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ പോയ്സൺസ് റേഷ്യോ നെഗറ്റീവ് വാല്യൂയിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ മെറ്റീരിയലിനെ നമ്മൾ ഓക്സിറ്റിക് മെറ്റീരിയൽ അല്ലെങ്കിൽ ഡൈലേഷണൽ മെറ്റീരിയൽ എന്ന് പറയും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വൺ വേ സ്ലാബ് ആർ ദോസ് ഇൻ വിച്ച് മോസ്റ്റ് ഓഫ് ദ ലോഡ് ഈസ് ക്യാരിഡ് ഓൺ ദി ഡാഷ് സ്പാൻ. ഒരു വൺ വേ സ്ലാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് ഏത് സ്പാനിലാണ് ക്യാരി ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം വൺ വേ സ്ലാബും ടു വേ സ്ലാബും തമ്മിലുള്ള വ്യത്യാസം, L/B റേഷ്യോയിലൊക്കെ ഉള്ള വ്യത്യാസം നമുക്കറിയാം. L/B റേഷ്യോ <2 ആണെന്നുണ്ടെങ്കിൽ അതെന്താണ്, ടു വേ സ്ലാബാണ്. L/B റേഷ്യോ <2 ആണെന്നുണ്ടെങ്കിൽ അത് വൺ വേ സ്ലാബാണ് അല്ലേ. ഇനി നമുക്കറിയാം ഒരു വൺ വേ സ്ലാബ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഷോർട്ടർ സ്പാനിലാണ് എന്ത് ചെയ്യുക, മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടാവുക. അതായത് അതിൻ്റെ മോസ്റ്റ് ഓഫ് ദ ലോഡ് ക്യാരി ചെയ്യുന്നത് എന്താണ്, ഷോർട്ടർ സ്പാനിലാണ്. അതുകൊണ്ടാണ് മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് എന്ത് ചെയ്തിരിക്കുന്നത്, ഷോർട്ടർ സ്പാനിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഷോർട്ടർ സ്പാനിലാണ് മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത്, ലോങ്ങർ സ്പാനിൽ ഡിസ്ട്രിബ്യൂഷൻ ബാറാണ് കൊടുത്തിട്ടുണ്ടാവുക. ഒരു ടു വേ സ്ലാബ് എടുക്കുകയാണെങ്കിൽ എന്താ പ്രത്യേകത, അത് രണ്ട് ഭാഗത്തേക്കും എന്ത് ചെയ്യും, ലോഡ് എടുക്കും അല്ലേ, രണ്ട് ഡയറക്ഷനിലും ലോങ് എടുക്കും. ലോങ്ങസ്റ്റ് ആയിട്ടുള്ള സൈഡിലും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള സൈഡിലേക്കും, ലോങ്ങർ സൈഡിലും ഷോർട്ടസ്റ്റ് സൈഡിലും എന്ത് ചെയ്യും, ഒരേപോലെ ലോഡ് എടുക്കാൻ സാധിക്കുന്ന ടൈപ്പ് ഓഫ് സ്ലാബാണ് ടു വേ സ്ലാബ്. അപ്പോൾ അതിന് മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് എങ്ങനെ കൊടുത്തിട്ടുണ്ടാവും, രണ്ട് ഡയറക്ഷനിലേക്കും കൊടുത്തിട്ടുണ്ടാവും. നമുക്ക് നോക്കിയ ഫിഗറിൽ നോക്കിയാൽ കാണാം, ഇതും എന്താണ്, മെയിൻ ബാർ ആണ്, ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് മെയിൻ ബാർ ആണ്. അപ്പോൾ രണ്ട് ഡയറക്ഷനിലേക്കും മെയിൻ ബാർ കൊടുക്കുന്നതാണ് എന്ത്, ആക്ച്വലി ടു വേ സ്ലാബ് എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്, ഷോർട്ടസ്റ്റ് സൈഡിലോട്ട് കൊടുക്കുന്നതിന് നമുക്ക് വൺ വേ സ്ലാബ് എന്ന് പറയാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ മോഡുലസ് ഓഫ് റപ്ചർ ഓഫ് M25 കോൺക്രീറ്റ് മേ ബി ടേക്കൺ ആസ് (N/mm²). മോഡുലസ് ഓഫ് റപ്ചർ അല്ലെങ്കിൽ ഫ്ലെക്സ്ചറൽ സ്ട്രെങ്ത് M25 കോൺക്രീറ്റിന് എത്രയാണ് വരിക എന്നുള്ളതാണ് ചോദ്യം. ഇത് നമ്മുടെ IS 456ൻ്റെ 6.22 എന്നുള്ള ക്ലോസിൽ F is equal to 0.7√FCK എന്നുള്ളത്. FCK എന്ന് പറഞ്ഞാൽ ആ കോൺക്രീറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ആണ്. അപ്പോൾ M25 കോൺക്രീറ്റ് ആണെന്നുണ്ടെങ്കിൽ 25 Nm² ആണ് എന്ത്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്. അപ്പോൾ ഫ്ലെക്സൽ സ്ട്രെങ്ത് കണ്ടുപിടിക്കണം എങ്ങനെയാണ്, 0.7 × √FCK ആണ്. സോ 0.7 × √25 ചെയ്യുമ്പോൾ നമുക്ക് 3.5 Nm² എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്, ഓപ്ഷൻ ബി ആണ്. അപ്പോൾ മോഡുലസ് ഓഫ് റപ്ചർ അല്ലെങ്കിൽ ഫ്ലെക്ചറൽ സ്ട്രെങ്തിനെ കുറിച്ച് പറയുന്ന IS 456ൻ്റെ ക്ലോസ് എന്ന് പറയുന്നത് 6 ആണ്. അത് ചെക്ക് ചെയ്ത് നോക്കുക. 6.22 എന്ത് ചെയ്തിരിക്കുന്നത്, ഫ്ലെക്ചറൽ സ്ട്രെങ്തിനെ പറ്റി പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്രൈറ്റ് കംപ്രഷൻ മെമ്പർ ദാറ്റ് സപ്പോർട്ട് ഡെക്ക് ഇൻ ബ്രിഡ്ജസ് ആർ ഓഫൺ കോൾഡ് ആസ്. ബ്രിഡ്ജിലുള്ള ഡെക്കുകളെ സപ്പോർട്ട് ചെയ്യുന്ന അപ്രൈറ്റ് കംപ്രഷൻ മെമ്പർ ഏതാണെന്നുള്ളതാണ് ചോദ്യം. അതിനെ നമ്മൾ പിയർ എന്നാണ് പറയുക. നമുക്കറിയാം കംപ്രഷൻ മെമ്പർ അവിടെ വരുന്നത് ഏതാണ്, ഡെക്കിൻ്റെ തൊട്ട് താഴെയുള്ളത് പിയർ മാത്രമാണ്. ഗർഡർ എന്ന് പറയുന്നത് എന്താണ്, ആക്ച്വലി ഒരു ടെൻഷൻ മെമ്പറാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്ലണ്ടർനെസ് റേഷ്യോ ഓഫ് എ മെമ്പർ ഇസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ഇഫക്റ്റീവ് ലെങ്ത് ടു ദി ഡാഷ് ഓഫ് ദ സെക്ഷൻ. സ്ലണ്ടർനെസ് റേഷ്യോ എന്താണ്,
റേഷ്യോ ബിറ്റ്വീൻ ഇഫക്റ്റീവ് ലെങ്ത് ടു ദി റേഡിയസ് ഓഫ് ഗൈറേഷനെയാണ് നമ്മൾ സ്ലെൻഡേർനെസ് റേഷ്യോ എന്ന് പറയാം. അപ്പോൾ ഒരു കോളം കൺസിഡർ ചെയ്യുമ്പോൾ ആ കോളത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് സ്ലെൻഡേർനെസ് റേഷ്യോ എന്നുള്ളത്. കാരണം സ്ലെൻഡേർനെസ് റേഷ്യോനെ ബേസ് ചെയ്തിട്ടാണ് ഇത് ലോങ് കോളാണോ ഷോർട്ട് കോളമാണോ ഇൻ്റർമീഡിയറ്റ് കോളമാണോ എന്നൊക്കെ എന്ത് ചെയ്യുന്നത് നമ്മൾ വേർതിരിക്കുന്നത്. അപ്പോൾ മാത്രമല്ല ഈ സ്ലെൻഡേർനെസ് റേഷ്യോനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഫെയിലിയർ, അതായത് ഇപ്പോൾ സ്ലെൻഡേർനെസ് റേഷ്യോ കൂടിയിട്ടുള്ള ഏറ്റവും കൂടുതലുള്ള ഒരു കോളമാണെന്നുണ്ടെങ്കിൽ അത് ബക്ലിങ് കാരണം ഫെയിൽ ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ സ്ലെൻഡേർനെസ് റേഷ്യോനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു കോളത്തിൻ്റെ ആ കോളം ബക്ലിങ്ങിന് വിധേയമാവോ അതല്ലെങ്കിൽ അത് ഫെയിൽ ആവുമോ എന്നുള്ളതൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ സ്ലെൻഡേർനെസ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ദി ഇഫക്റ്റീവ് സ്പാൻ ടു ദി ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ലെൻഡേർനെസ് റേഷ്യോ എന്ന് പറയുന്നത്.